സംഘി നേതാക്കളുടെ പൊതുപരിപാടി കാണാൻ അവധിയെടുത്ത് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നാടായി നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെക്കുറിച്ച് പ്രമുഖ മുന്നണികളും അതുപോലെ തന്നെ NDA സഖ്യവുമൊക്കെ വാചാലരാകുന്നത്. ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ അറിയാൻ ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. മെയ് 4-ാം തീയതി ആകുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. മെയ് 4 ഉച്ചയോടുകൂടി തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ സംസ്ഥാനം ആരുടെ കൈകളിലേക്കാണ് പോകുന്നത്. ഇടത്തേക്ക് ചാഞ്ഞ ഇടത് തന്നെ നിൽക്കുമോ കേരളം, അതോ വലത്തേക്ക് ചാഞ്ഞ VD സതീശൻ്റെ കൂടെ പോകുമോ, അല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ കൂടെ കേരളം പോകുമോ, അല്ലെങ്കിൽ ഇനി കേരളത്തിൻ്റെ സ്വന്തം 56 ഇഞ്ചുകാരൻ ഒരു G ഉണ്ടല്ലോ നേമത്തുള്ള, ആ Gയുടെ കൂടെ പോകുമോ? ഇത്രയധികം ധാർഷ്ട്യവും അഹങ്കാരവും പൊങ്ങച്ചവും പണക്കൊഴുപ്പുമുള്ള ഒരു നേതാവിനെ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല. അത്രമാത്രം അഹങ്കാരവും ധാർഷ്ട്യവും സാധാരണ ജനങ്ങളോടുള്ള പുച്ഛവും കലർന്ന ഒരു മനുഷ്യ രൂപമാണ് കേരളത്തിലെ നേമത്തുള്ള ആ 56 ഇഞ്ചുകാരൻ. അയാൾക്ക് പിന്നാലെ പായുമോ കേരളം എന്നുകൂടി കാത്തിരിക്കണം. അയാൾ പറയുന്നത് പോലെ തൂക്ക് സഭ അല്ലെങ്കിൽ തൂക്ക് ഭരണമൊക്കെയാണ് വരുന്നതെങ്കിൽ കേരളം അക്ഷരാർത്ഥത്തിൽ തൂങ്ങിയത് തന്നെ എന്ന് വേവലാതി പല ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സുകളിലും ഉയരുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഞാൻ പറഞ്ഞു വരുന്നത് 140 നിയമസഭാ മണ്ഡലങ്ങളിൽ കുറേ അധികം നിയമസഭാ മണ്ഡലങ്ങളിൽ നേരിട്ട് യാത്ര നടത്തുകയും ഇലക്ഷൻ കാലത്ത് പ്രവർത്തിക്കുകയും റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരു കാര്യം വ്യക്തമാണ്. ആ വ്യക്തമായ കാര്യം ഇതാണ്: സംസ്ഥാനത്ത് എങ്ങും തന്നെ UDF തരംഗം എന്നൊരു തരംഗം ഉണ്ടായിരുന്നില്ല. സംസ്ഥാനത്ത് എങ്ങും തന്നെ സർക്കാരിന് എതിരെയുള്ള ഒരു വികാരം, അതിന് എതിരെയുള്ള ഒരു വിധിയെഴുത്താകണം ഈ ഇലക്ഷൻ എന്ന ചിന്തയിൽ ആരും വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. ഇനി പോളിംഗ് ശതമാനം ഇത്ര ഉയർന്നത് പിണറായി സർക്കാരിനോടുള്ള വിരോധം കൊണ്ടാണെന്ന് എതിർചേരി പറഞ്ഞ് പരത്തുന്നുണ്ടെങ്കിലും അത് SIR വന്നതോടുകൂടി നിർജീവമായ കുറേ വോട്ടുകൾ നഷ്ടമായി, മറ്റ് ആളുകൾ വോട്ട് ചെയ്യുകയും ചെയ്തു. ഇനി ജെൻസി വിഭാഗത്തിൽപ്പെട്ട പുതുതലമുറയിലെ യുവാക്കളൊക്കെ പറ്റമായി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വലത് പക്ഷത്തിനും BJPക്കും അനുകൂലമായിരുന്നു എന്നൊക്കെ വിധിയെഴുതുന്ന നിരീക്ഷകരൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൊക്കെ വരുന്ന നിരീക്ഷകരുടെ കുറിപ്പുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ പറയുന്നത് UDFന് അനുകൂലമായ ഒരു വിധിയെഴുത്താകും ഉണ്ടാവുക എന്നാണ്. കാരണം കാലാകാലങ്ങളായി ഈ വലത് മാധ്യമങ്ങൾ ഒക്കെ തന്നെ ചുമലിലേറ്റി നടക്കുന്നത് വലതുപക്ഷ നിരീക്ഷണ പടുക്കളയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇടതുമുന്നണിക്ക് ഒരു മേൽക്കൈയൊന്നും നൽകാൻ, വോട്ട് എണ്ണുന്നത് വരെയെങ്കിലും ഇടതുമുന്നണി ഒരു തോൽവിയുടെ ഭാഗത്ത് തന്നെ നിൽക്കട്ടെ എന്ന് വാശി പിടിക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങളെയാണ് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി എന്താകും കേരളത്തിൻ്റെ അവസ്ഥ? കേരളം ആര് ഭരിക്കും? പിണറായി തന്നെ വീണ്ടും വരുമോ, അതോ മറ്റാരെങ്കിലും ആയിരിക്കുമോ ഭരണകർത്താക്കളായി എത്തുക എന്നൊക്കെ അറിയാൻ കുറച്ച് ദിവസങ്ങളുടെ കാത്തിരിപ്പേ ഉള്ളൂ. എക്സിറ്റ് പോളും പ്രീ സർവേ പോളും സർവേ പോളും ഒക്കെ നിരന്തരം പോളുകൾ നടത്തി പാർട്ടികൾ അവലോകനം യോഗങ്ങൾ ചേർന്നു, പാർട്ടികൾ ബൂത്ത് തലത്തിലുള്ള അവലോകനങ്ങൾ നടത്തി. എന്നിട്ടൊക്കെയാണ് ഈ കഥകളും അനുബന്ധ ചരിത്രവുമൊക്കെ നിങ്ങളുടെ ഇടയിലേക്ക് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മാറുന്നത് കൃത്യമായി അറിയാം. കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മുമ്പത്തെ പോലെ ഒരു ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത് ആ തരത്തിലല്ല. പക്ഷേ BJPക്ക് വ്യക്തമായ ഒരു ആധിപത്യം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാനും കഴിയില്ല എന്ന തലത്തിലാണ് നിലവിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി എന്നതാണ് വസ്തുത. ഇനി ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമാകുമോ എന്ന ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ നഷ്ടമാകുമെന്ന ഒരു ചിന്തയാണല്ലോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമാകേണ്ട വിധം UDF തരംഗമൊന്നും കേരളത്തിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല, കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ഉണ്ടായിരുന്നില്ല എന്നതാണ് പരമാർത്ഥം. ഇവൻ മുസ്ലിം ലീഗിൻ്റെ ഉരുക്കുകോട്ടകൾ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളിൽ പോലും UDF തരംഗം എന്ന തരത്തിലുള്ള ഒരു പോളിംഗ് അല്ല കാണാൻ കഴിഞ്ഞത് എന്ന് ഏത് പൊട്ടനും വിളിച്ചു പറയാൻ പറ്റും. ഏത് നിരീക്ഷകനും ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ പറയാൻ കഴിയുമെന്നതാണ് വാസ്തവം. അങ്ങനെ ഒരു തരംഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ VD സതീശൻ VD നുണേശനായി പരിണമിക്കപ്പെട്ടു എന്നതാണ് കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ സംഭവം. ഈ 99 സീറ്റിൽ നിന്ന് 70-ന് താഴേക്ക് സീറ്റുകൾ പോകണമെങ്കിൽ
അത്രയധികം സീറ്റുകൾ UDF നേടണം. അങ്ങനെ നേടാൻ മാത്രം പ്രാപ്തരായ നേതാക്കളെയാണോ UDF കളത്തിലിറക്കിയത് എന്നത് വലിയ ചിന്തയാണ്. അതുകൊണ്ട് തന്നെ UDF പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഈസി ആയിട്ട് 100 സീറ്റ് 110 സീറ്റ് അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ വനവാസം എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, അത് സാധ്യമാവുകയില്ല. 110 സീറ്റ് എന്നൊക്കെ പറയുന്നത് UDFിൻ്റെ നിലാസ്വപ്നമാണ്, അല്ലെങ്കിൽ ദിവാസ്വപ്നമാണ് എന്ന് പറയേണ്ടി വരും. കാരണം 99 സീറ്റുകളുള്ള നിലവിലെ ഭരണമുന്നണിക്ക് അത്ര എന്തായാലും 3/2 ഭൂരിപക്ഷം അതിൽ എത്താതെ കുറഞ്ഞു പോകണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു 40 പേരെങ്കിലും തോൽക്കണം, അല്ലെങ്കിൽ 35-36 പേരെങ്കിലും നിലവിലെ അവസ്ഥയിൽ തോൽക്കണം. അങ്ങനെ തോൽക്കാൻ മാത്രം മോശപ്പെട്ട ഭരണ നൈപുണ്യം ഇല്ലാത്ത ആളുകളല്ല സിറ്റിംഗ് MLA മാർ എന്നതാണ് വസ്തുത. ഇനി ചിലയിടങ്ങളിൽ സ്വതന്ത്രരെ പരീക്ഷിച്ചു. തിരുവനന്തപുരം സെൻട്രലിലും അതുപോലെ തന്നെ കോവളം മണ്ഡലത്തിലുമൊക്കെ LDF സ്വതന്ത്രരാണ് ദീപശിഖയേന്തി മുന്നേ ഓടിയത്. അവർ തോറ്റുപോകുമെന്ന നിരീക്ഷണമാണ് UDF പറയുന്നത്. പക്ഷേ അവിടെയൊക്കെയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച പാർട്ടി അനുഭാവികളും പാർട്ടി അണികളും അതുപോലെ തന്നെ LDFിൻ്റെ സഹയാത്രികരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രവർത്തനം വൃഥാവിലാകുമോ എന്നൊരു ചോദ്യമുണ്ട്. അതുമാത്രമല്ല, കോവളം മണ്ഡലത്തിലാണെങ്കിൽ നാടാർ വോട്ട്, അതിനു പുറമെ ലാറ്റിൻ കാത്തലിക് വോട്ട്, അതുപോലെ തന്നെ മറ്റ് സമുദായ വോട്ടുകളൊക്കെ സ്വതന്ത്രന് ലഭിച്ചിട്ടുണ്ട്. ഇത്രമാത്രം ഗ്രൗണ്ട് ടു എർത്തായ ഒരു സ്ഥാനാർത്ഥിയെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള ആളുകളും ഒക്കെ തന്നെ നേരിട്ട് പറഞ്ഞ കേട്ട അനുഭവം എനിക്കുണ്ട്. അപ്പോൾ കോവളം മണ്ഡലം ഉൾപ്പെടെ തിരുവനന്തപുരം സെൻട്രൽ ഈ മണ്ഡലങ്ങളിലൊക്കെ CPM-ഉം ഇടതുമുന്നണിയും തോൽക്കുമെന്ന് വിധി എഴുതുന്ന ആളുകളൊക്കെ 9-ാം തീയതി വരെ 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ട ഒരു സന്മനസ് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഒരിടത്തും UDF തരംഗമെന്നൊരു തരംഗമുണ്ടായിരുന്നില്ല. LDFിന് ഭരണം നഷ്ടമാകണമെങ്കിൽ കുറഞ്ഞ പക്ഷം 35 പേരെങ്കിലും തോൽക്കണം. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ നിലവിലില്ല. ഇനി തിരുവനന്തപുരത്തെ 56 ഇഞ്ചുകാരനെന്ന ഒരു മനുഷ്യ സ്നേഹമില്ലാത്ത ഒരു മുതലാളിയായ ഒരുത്തൻ അവിടെ ഇരുന്ന് വാചകം അടിച്ചതുകൊണ്ട് കേരളം മുഴുവൻ ഇനി താമര പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയും ഞാൻ പങ്കുവയ്ക്കുന്നില്ല. ഏതായാലും മെയ് 4 വരെ കാത്തിരിക്കേണ്ട ഒരു മാനസിക പക്വത കേരളത്തിലെ ഈ വലതുപക്ഷ നിരീക്ഷകരെങ്കിലും മനസ്സിലാക്കണം എന്ന് മാത്രം പറയട്ടെ.